നടത്തേണ്ട ടീച്ചേഴ്സ്, നമ്മുടെ അധ്യാപികമാർ തന്നെ വഴിതെറ്റി നടന്നാലോ? എന്തായിരിക്കും അവസ്ഥ? അതൊന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ആരെങ്കിലും? അപ്പോൾ നമ്മുടെ സ്വന്തം കൊച്ചു കേരളത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മുടെ മയക്കുമരുന്ന് കടത്ത് കേസ്. ഈ കേസിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ അറസ്റ്റ്. കേരള പോലീസ് സ്വത്ത് കണ്ടുകെട്ടൽ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. കോഴിക്കോട് പേരാമ്പ്രയിലാണ് നമ്മുടെ ഈ സംഭവം നടക്കുന്നത്. നിയമവിരുദ്ധ മയക്കുമരുന്ന് കടത്തിലൂടെ സമ്പാദിച്ചതായി ആരോഗ്യപ്പെടുന്ന സ്വത്തുക്കൾ പ്രതിയിൽ നിന്ന് നഷ്ടപ്പെടുത്തുക, സംഘടിത മയക്കുമരുന്ന് ശൃംഖലകളെ നിലനിർത്തുക, സാമ്പത്തിക പ്രോത്സാഹനങ്ങൾ തടസ്സപ്പെടുത്തുക എന്നിവയാണ് നടപടിയുടെ ലക്ഷ്യമെന്ന് പോലീസ് പറയുന്നു. അപ്പോൾ എന്തായാലും കേസിൽപ്പെട്ടു. ഇനി അവരുടെ സ്വത്ത് കൂടി അങ്ങ് കണ്ടുകെട്ടാമെന്ന് നമ്മുടെ ഗവൺമെൻറ് വിചാരിച്ചിട്ടുണ്ടാകും അല്ലേ? പേരാമ്പ്ര സിന്തറ്റിക് മയക്കുമരുന്ന് കേസിൽ 3 സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ ഉൾപ്പെടെ അടുത്തിടെ അറസ്റ്റിലായ 5 പ്രതികൾ മയക്കുമരുന്ന് കടത്തിലൂടെ സമ്പാദിച്ചതായി ആരോപിക്കപ്പെടുന്ന സ്വത്തുക്കൾ കണ്ടുകെട്ടാനും അതുപോലെ തന്നെ കോഴിക്കോട് റൂറൽ പോലീസ് നടപടികൾ ആരംഭിച്ചു. 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് NDPS നിയമത്തിലെ സെക്ഷൻ 68F പ്രകാരമാണ് നടപടി ആരംഭിച്ചിരിക്കുന്നത്. ഈ ശൃംഖലയുടെ സാമ്പത്തിക നട്ടെല്ല് തകർക്കാനുള്ള ഊർജിതമായ ശ്രമങ്ങൾ ഏതായാലും തുടങ്ങിയിട്ടുണ്ട്. ഇതിനായിട്ട് നമ്മുടെ ഗവൺമെൻറ് ആവശ്യമായ മാർഗങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. ഇനി ഇത്തരത്തിലുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കള്ളക്കടത്തുകാരുടെയും വിദേശ വിനിമയ മാനിപ്പുലേറ്റർമാരുടെയും അതായത് സ്വത്ത് കണ്ടെത്തൽ നിയമപ്രകാരം ചെന്നൈ ആസ്ഥാനമായുള്ള അപ്പലേറ്റ് ട്രൈബ്യൂണലിൽ കണ്ടുകെട്ടൽ നിർദ്ദേശം സമർപ്പിക്കുമെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. നിയമവിരുദ്ധമായ കടത്തിലൂടെ സമ്പാദിച്ചതായി ആരോപിക്കപ്പെടുന്ന സ്വത്തുക്കൾ പ്രതികളിൽ നിന്ന് നഷ്ടപ്പെടുത്തുകയും അതുപോലെ തന്നെ സംഘടിത മയക്കുമരുന്ന് ശൃംഖലകളെ നിലനിർത്തുന്ന സാമ്പത്തിക പ്രോത്സാഹനങ്ങൾ തടസ്സപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഈ നടപടിയുടെ ലക്ഷ്യമെന്ന് അവർ പറഞ്ഞു. മൾട്ടി സ്റ്റേറ്റ് സിന്തറ്റിക് ഡ്രഗ് സിൻഡിക്കേറ്റുമായി ബന്ധമുള്ള സാമ്പത്തിക ഇടനിലക്കാരെക്കുറിച്ചുള്ള അന്വേഷണം കോഴിക്കോട് റൂറൽ പോലീസിൻ്റെ പുതുതായി രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം SIT വ്യാപിക്കുന്നതിൻ്റെ ഇടെയാണ് സ്വത്ത് കണ്ടുകെട്ടൽ നടപടികൾ. മയക്കുമരുന്ന് റാക്കറ്റിനായി രഹസ്യ സാങ്കേതിക ഇടപാടുകൾ കൈകാര്യം ചെയ്തതായി ആരോപിക്കപ്പെടുന്ന പ്രാദേശിക സഹായികളുടെ വിശാലമായ ശൃംഖലയിലേക്ക് ഡിജിറ്റൽ തെളിവുകൾ വിരൽ ചൂണ്ടിയതിനെ തുടർന്നാണ് അന്വേഷണം ഇപ്പോൾ നടക്കുന്നത്. മയക്കുമരുന്ന് ദുരുപയോഗവുമായി ബന്ധപ്പെട്ട സംശയാസ്പദമായ സംഭവങ്ങൾ പുറത്തു കൊണ്ടുവരാൻ വിവിധ ഗ്രാമീണ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് നൽകണമെന്ന ചില രക്ഷിതാക്കളുടെ ആശങ്കകൾക്ക് മറുപടിയായി സംശയിക്കപ്പെടുന്ന അധ്യാപകർക്കെതിരെ ഇതുവരെ ഒരു തെളിവും ലഭിച്ചിട്ടില്ലെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞു. എന്നിരുന്നാലും കുറ്റാരോപിതരുമായി പതിവായി ബന്ധപ്പെട്ടിരുന്ന കുറച്ച് അധ്യാപകരെ കൂടി ചോദ്യം ചെയ്യുമെന്ന് അവർ സ്ഥിരീകരിച്ചു. കൂടാതെ കുറ്റാരോപിതരായ അധ്യാപകരിൽ ഒരാൾ നടത്തിയ ചില വിദേശയാത്രകളുടെയും വിവിധ പരിശീലന സെഷനുകളുടെയും പേരിൽ അവർ നടത്തിയ ഒത്തുചേരലുകളുടെയും വിശദാംശങ്ങൾ പരിശോധിച്ചു. എന്നാൽ ചോദ്യം ചെയ്യൽ തുടരുന്നതിനും അവരുടെ പോലീസ് കസ്റ്റഡി ആവശ്യപ്പെടും. പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇങ്ങനെയാണ് പറഞ്ഞത്. കേസ് ഇപ്പോൾ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് കാർത്തിക് കണ്ണൂർ റേഞ്ച് ജില്ലാ പോലീസ് മേധാവി കോഴിക്കോട് റൂറൽ മെറിൻ ജോസഫ് എന്നിവരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു. അന്തർസംസ്ഥാന മയക്കുമരുന്ന് കടത്തുകാർക്ക് സാമ്പത്തിക ഇടനിലക്കാരായി പ്രവർത്തിച്ചുവെന്ന് ആരോപിച്ചാണ് അടുത്തിടെ അറസ്റ്റിലായ 3 സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായ KC കീർത്തന, K കാവ്യ, VP നീഷ്മ. കേസിലെ 1-ാം പ്രതിയായ സഫ്വാനെ വടകരയിൽ നിന്ന് അറസ്റ്റ് ചെയ്തതിനെ തുടർന്നാണ് ഇവരുടെ പങ്ക് പുറത്തുവന്നത്. എന്നാൽ ഗ്രാമീണ മയക്കുമരുന്ന് ശൃംഖലയുമായി ഒത്തുകളിച്ചതായി ആരോപിക്കപ്പെടുന്ന ഇരിട്ടിയിൽ നിന്നുള്ള ഓൺലൈൻ ഡെലിവറി തൊഴിലാളിയായ ജിജിൻ കുര്യാക്കോസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി അടുത്തിടെ അറസ്റ്റിലായി. അന്വേഷണത്തിൽ ലഭിച്ച ഡിജിറ്റൽ തെളിവുകളുടെയും അറസ്റ്റിലായ അധ്യാപകരുടെ മൊഴികളുടെയും അടിസ്ഥാനത്തിൽ വയനാട് സ്വദേശി ഉൾപ്പെടെ സംശയിക്കപ്പെടുന്ന 4 ഇടനിലക്കാരെ കൂടി ഉടൻ ചോദ്യം ചെയ്യാമെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. എന്നാൽ സംശയിക്കപ്പെടുന്നവർ അന്വേഷണത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്നത് തടയാൻ വിമാനത്താവളങ്ങളിലും ജില്ലാ അതിർത്തികളിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. ഏതായാലും സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്മാർ എന്നറിയപ്പെടുന്ന ഈ 3 പേരുടെയും പ്രവൃത്തി നല്ലതല്ല എന്നാണ് നമുക്കെല്ലാവർക്കും വേണ്ടി പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവൃത്തി എന്തുകൊണ്ട് ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുന്നു? എന്തുകൊണ്ട് UDF ഭരണകാലത്ത് ഇത് തടയാതെ പോയി? എന്തുകൊണ്ട് ഇത് കണ്ടുപിടിച്ചില്ല? എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായി പ്രതിപക്ഷ രംഗം ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളോട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇത്തരത്തിലുള്ള രേഖകളെക്കുറിച്ച്, ന്യൂസുകളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. കൂട്ടത്തിൽ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. താങ്ക്